ഹലോ, കുറേ ദിവസമായി പൈത്തണിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. പൈത്തൺ എല്ലാവരും കുറേ കാലമായിട്ട് പൈത്തൺ എന്ന് പല രീതിയിൽ പറയുന്നുണ്ട്. അത് വെബ് ആപ്ലിക്കേഷൻ ചെയ്യുന്നവരാവാം, മെഷീൻ ലേണിംഗ് ചെയ്യുന്നവരാവാം, അനലറ്റിക്സ് ചെയ്യുന്നവരാവാം, പലത് ചെയ്യുന്നവർ പൈത്തണിനെ കുറിച്ച് അറിയുന്നുണ്ട്. പലരും കോളേജുകളിൽ സിലബസിൽ ഇന്ന് പൈത്തണുണ്ട്. എന്നാൽ പോലും പൈത്തണിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യും. പൈത്തണിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കുറച്ച് പ്രോഗ്രാം ചെയ്യാൻ. ഞാൻ ലിനക്സ് പ്ലാറ്റ്ഫോമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്കിന്ന് പൈത്തണിൻ്റെ ഇൻട്രാക്റ്റീവ് ഷെല്ല് അവൈലബിൾ ആണ്. പൈത്തൺ ഷെല്ല് ഇൻട്രാക്റ്റീവ് ഷെല്ലുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി കമാൻഡ് ലൈൻ കമാൻഡ്സ് എൻ്റർ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഓരോ ലൈനും. സോ ഞാനിവിടെ പൈത്തൺ ഷെല്ല് ഓപ്പൺ ചെയ്യുന്നു. പൈത്തൺ 3 എന്നടിച്ച് പൈത്തൺ 3 അടിക്കുന്നു. പൈത്തൺ ഇൻട്രാക്റ്റീവ് ഷെല്ല് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. സോ പൈത്തൺ എങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം ഓൾവേസ് ഹലോ വേൾഡ്. ഇത് നമ്മൾ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. പ്രിൻറ്റ് എഫ് ആണ്. നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചുമ്മാ പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമുക്ക് പൈത്തണിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിൻറ്റ് ഞാൻ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് എന്താണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അതൊരു കോഡ്സിനകത്ത് അടിക്കുന്നു. സോ പ്രിൻറ്റ് ഹലോ വേൾഡ് അല്ലേ, ഹലോ വേൾഡ് 2 കോഡ്സിനകത്ത് ഞാൻ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതടിച്ച് എൻ്റർ ചെയ്യുന്നതോടുകൂടി അതവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നു. സോ ഞാനിത് ഹലോ വേൾഡ്. ഇനി എനിക്ക് നിങ്ങളുടെ പേരടിക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിവിടെ ബഫർ ബൈറ്റ്സ് എന്നുകൂടെ അടിക്കുന്നു. ഓക്കെ, ബഫർ ബൈറ്റ്സ് എന്നടിക്കുമ്പം നമ്മളത് വീണ്ടും മറ്റൊരു കോഡ്സിനകത്ത് കൊടുക്കണം അല്ലേ. ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കോമയിട്ട് എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് നമുക്കൊരു നമ്പറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിലോ ഇവിടെ കോമയിട്ട് വീണ്ടും നമ്പർ പ്രിൻറ്റ് ചെയ്യാം. അതിന് കോഡ്സിൻ്റെ ആവശ്യമില്ല, കാരണം ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്പർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ നമ്പറും സ്ട്രിങ്ങും കൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിലോ അത് പ്രാക്ടിക്കലല്ല. കാരണം 2 ഡാറ്റ ടൈപ്പുകൾ തമ്മിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഒരു നമ്പറും ഒരു സ്ട്രിങ്ങും കൂടെ നമുക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പം ഒന്നുകിൽ നമ്മൾ നമ്പറിനെ സ്ട്രിങ് ആക്കണം, അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ നമ്പർ ആക്കണം. അപ്പോൾ ഈ നമ്പറിനെ സ്ട്രിങ് ആക്കാൻ വേണ്ടി str എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഇതുപോലെ ഒരുപാട് ബേസിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ബാക്കി വരും ദിവസങ്ങളിൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ.